Okay, now we will be learning ribozymes. അപ്പം നമുക്കറിയാം നോർമലി നമ്മൾ പ്രോട്ടീൻ്റെ എൻസൈമിന്റെ കമ്പോണൻസ് പറയുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, കെമിക്കൽ നേച്ചർ പറയുന്ന സമയത്ത് മെൻഷൻ ചെയ്തായിരുന്നു ഓൾമോസ്റ്റ് ഓൾ ദ എൻസൈംസ് ആർ പ്രോട്ടീൻസ് and there are few which are made of RNA and that is known as the ribozymes. അപ്പോൾ RNA ഒരു മെയിൻ കമ്പോണന്റ് ആയിട്ട് കെമിക്കൽ നേച്ചർ വരുന്ന എൻസൈംസിന് പറയുന്ന, അതായത് കാറ്റലറ്റിക് RNAക്ക് പറയുന്ന ഒരു പേരാണ് റൈബോസൈം എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് എ കാറ്റലറ്റിക് RNA. So let us see what's happening here. Okay, so ribozymes are RNA molecules having catalytic activity and they enhance the velocity of biological activity. എന്ന് വെച്ച് കഴിഞ്ഞാൽ they act as the catalyst എന്ന് തന്നെ, വേറൊന്നുമില്ല. Okay, so the RNA acting as the enzyme is known as the, or RNA having a power of catalytic activity is known as the ribozyme. അപ്പോൾ ഇതിന്റെ ഡിസ്കവറിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എൻട്രൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതിന് വലിയ കാര്യമായ റോളില്ല എന്നത് മനസ്സിലാക്കാം. Okay, the first 1980 Sidney Altman actually identified this RNA having a catalytic power in Escherichia coli. ഓക്കെ, അതേ വർഷം തന്നെ തോമസ് സെക്ക് ഒരു പ്രോട്ടോസോയിൽ നിന്ന് RNA സെൽഫ് സ്പ്ലൈസിങ് ആയിട്ടുള്ള ഒരു RNA മോളിക്യൂളിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് തോമസ് സെക്ക്. ഓക്കെ, ഇൻ 1982 കെല്ലി ക്രൂഗർ പുള്ളിയാണ് ഈ കാറ്റലറ്റിക് അല്ലെങ്കിൽ സ്പ്ലൈസിങ് ആക്ടിവിറ്റി ഉള്ള RNAക്ക് റൈബോസൈം എന്ന് പറയുന്ന ഒരു പേര് നിർദ്ദേശിച്ചത്, കെല്ലി ക്രൂഗർ. ഓക്കെ, അതൊരു എൻട്രൻസ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഫസ്റ്റ് ഈ പവറുള്ള കാറ്റലറ്റിക് പവറുള്ള RNA ഐസോലേറ്റ് ചെയ്ത് എസ്കറേഷ്യ കോളിയിൽ നിന്നാണെന്നും പിന്നെ പ്രോട്ടോസോയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തെന്നും, ഓക്കെ, ഇപ്പം പ്രോട്ടോസോന്റെ പേര് ടെട്രാഹൈമിന എന്നാണെന്നും ഓർമ്മിച്ചു വെച്ചാൽ നല്ലത്. ഓക്കെ, എന്തൊക്കെയാണ് റൈബോസൈമിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഒന്ന്, they are RNA molecules or RNA complexed with proteins. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം എമൗണ്ട് പ്രോട്ടീൻ ഉണ്ടാവും. നേരെ തിരിച്ചല്ല, പ്രോട്ടീനിലേക്ക് RNA ചേരുന്നില്ല, മറിച്ച് RNAയിലേക്ക് അതിന്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രോട്ടീൻ ചേർന്നാൽ ആയി, അത്രേ ഉള്ളൂ. ഓക്കെ, സോ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് RNA തന്നെയാണ്. നൗ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓൾ റൈബോസൈംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഒരു കാറ്റയോണുമായിട്ടാണ്. ഓക്കെ, സോ സ്പെസിഫിക് മെറ്റൽ അയോൺസ് സച്ച് ആസ് മാഗ്നീഷ്യം ആൻഡ് പൊട്ടാസ്യം. ഡൈവാലന്റ് കാറ്റയോൺസ് ആയിട്ടുള്ള Mg2+ അല്ലെ മോണോവാലന്റ് കാറ്റയോൺ ആയിട്ടുള്ള പൊട്ടാസ്യം ആയിട്ടോ അസോസിയേറ്റ് ചെയ്തായിരിക്കും ഇതിന്റെ ആക്ടിവിറ്റി ഉണ്ടാവുക. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദീസ് ആർ പ്രസന്റ് ഇൻ ഓർഗാനിസംസ് ലൈക്ക് വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവൻസ്, ആംഫിബിയൻസ് ആൻഡ് മാമൽസ്. ഓക്കെ, ഇനി സെല്ലുലാർ ഓർഗനൽസ് നോക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിൽ മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും ന്യൂക്ലിയസും ഇതിന്റെ സാന്നിധ്യം ഒരുപാട് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾക്ക് ന്യൂക്ലിക് ആസിഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അവിടെയാണ് ഇതിന്റെ പ്രസൻസ് ധാരാളം ഉണ്ടാവുക. പക്ഷേ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാവും, ബിക്കോസ് റൈബോസോംസ് ആർ സീൻ ഇൻ സൈറ്റോപ്ലാസം ആൻഡ് യു ക്യാൻ ഫൈൻഡ് എൻ എൻസൈം, അല്ലെ ഒരു എൻസൈമിന്റെ പേര് നിങ്ങൾക്കറിയാം, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. മോളിക്കുലാർ ബയോളജിയിൽ എന്തുണ്ട്, ട്രാൻസ്ലേഷന്റെ സമയത്ത് പെപ്റ്റിഡൈൽ tRNAയിൽ നിന്ന് പെപ്റ്റൈഡിനെ എടുത്തിട്ട് അമിനോ അസൈൽ tRNAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈം. ഓക്കെ, അത് ശരിക്കും ആ റിയാക്ഷൻ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്ന എവിടെയാണ്, സൈറ്റോപ്ലാസത്തിലാണ്. അപ്പൊ അവിടെയുള്ള എൻസൈമാണ് ഇത് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ദാറ്റ് വിൽ ബി ബൈൻഡിങ് ടു ദി റൈബോസോം. ഓക്കെ, അപ്പം ഈ ഒരു എൻസൈം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കംപ്ലീറ്റ്ലി RNA മോളിക്യൂൾ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയയിലാണ് അതിന്റെ മെയിൻ പ്രസൻസ് എങ്കിലും there are enzymes, ribozymes, which can be seen in cytoplasm also but associated with the ribosome. Okay, peptidyl transferase എന്ന് പറയുന്ന എൻസൈം അതിന് ഒരു എക്സാമ്പിൾ ആണ്. Now അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റൈബോസൈംസ് ഫോളോ മിക്കലൈസ് മെന്റൻ എൻസൈം കൈനറ്റിക്സ്. ഒരു നോർമൽ എൻസൈം ഫോളോ ചെയ്യുന്ന മിക്കലൈസ് മെന്റൻ കൈനറ്റിക്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു എൻസൈമാണ്. ആൻഡ് ദേ ക്യാൻ ഇൻക്രീസ് ദ കാറ്റലറ്റിക് ആക്ടിവിറ്റി ബൈ 10⁻11 ടൈംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോസൈമിന്റെ ആബ്സെൻസിൽ ഒരു റിയാക്ഷൻ നടക്കുന്ന റേറ്റിനേക്കാൾ 10⁻11 ടൈംസ് സ്പീഡിൽ റൈബോസൈമിന്റെ പ്രസൻസിൽ ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നടക്കും.
ഓക്കെ, പ്രോപ്പർട്ടീസിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. നൗ എന്താണ് മെയിൻ റോള്, റൈബോസൈമിന്റെ ബയോളജിക്കൽ റോൾ എന്താണ് എന്നുള്ളതാണ്. ഒന്ന്, ഹൈഡ്രോലൈസിസ് ഓഫ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് പ്രസന്റ് ഇൻ ദി ന്യൂക്ലിക് ആസിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീവിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലൈറ്റിക് ആക്ടിവിറ്റിയാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച RNA എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ന്യൂക്ലിക് ആസിഡിനെ ക്ലീവ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ സെൽഫ് സ്പ്ലൈസിംഗ് ആയിട്ടുള്ള അല്ലെ, നമ്മൾ പ്രോട്ടോസോണിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു സെൽഫ് സ്പ്ലൈസിംഗ് RNA കണ്ടെത്തി എന്നുള്ളത് റൈബോസൈം തന്നെയാണ് അല്ലെ. അപ്പം അവിടെ സ്പ്ലൈസിംഗ് എന്ന് പറയുമ്പോൾ ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയോടൈഡിന്റെ പോളിമറൈസേഷനിൽ ന്യൂക്ലിയോടൈഡ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. സോ സ്പ്ലൈസിംഗ് ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ബ്രേക്കിംഗ് ഓർ ഹൈഡ്രോലൈസിംഗ് ഓഫ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. അത് ഓർമ്മയിലുണ്ടാവുക. രണ്ടാമത്തത്, ദേ കാറ്റലൈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ ബോണ്ട്സ്. ഓക്കെ, പുതിയ ബോണ്ട് ലിഗേഷൻ ആക്ടിവിറ്റിയിലും ഇത് ഇൻവോൾവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ദാറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് എ ന്യൂ പെപ്റ്റൈഡ് ബോണ്ട് between the peptide and the amino acid in the amino cell tRNA. ഇപ്പോൾ നിങ്ങൾ tRNA സ്ട്രക്ചർ നമ്മൾ പറഞ്ഞപ്പോൾ, ഓക്കെ, tRNAയുടെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കും എന്നുള്ളത് അല്ലെ. ട്രാൻസ്ലേഷന്റെ സമയത്ത് പെപ്റ്റിഡൈൽ tRNAയിൽ നിന്നും പെപ്റ്റൈഡിനെ എടുത്ത് എവിടേക്ക് കൊണ്ടുപോകും? അമിനോ അസൈൽ tRNAയിലെ അമിനോ ആസിഡിലേക്ക് ബൈൻഡ് ചെയ്യിപ്പിക്കും. അവിടെ എന്തുണ്ട്? സിന്തസിസ് ഓഫ് ന്യൂ ബോണ്ട് ഉണ്ട്. എന്താ ബോണ്ടിന്റെ പേര്? പെപ്റ്റൈഡ് ബോണ്ട് ആണ് അല്ലെ. അപ്പൊ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ എൻസൈം പുതിയൊരു പെപ്റ്റൈഡ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഹാവിംഗ് എ കാറ്റലിറ്റിക് പവർ ഫോർ ദി ഫോർമേഷൻ ഓഫ് ന്യൂ ബോണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ബയോകെമിക്കൽ റോൾ എന്ന് പറയുന്നത്, they catalyze the peptide bond formation reaction during the translation. ഇത് രണ്ടിന്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട് കണക്കാക്കിയാൽ മതി. രണ്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് മൂന്നാമത്തെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ഹൗ വി ക്യാൻ ക്ലാസിഫൈ ദി റൈബോസൈം. ഒന്ന് സ്മോൾ, രണ്ട് ലാർജ് ആൻഡ് തേർഡ് വൺ ഈസ് അതർ ടൈപ്പ്. ഓക്കെ, ഇപ്പം സ്മോൾ റൈബോസൈം എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് RNA molecules consist of 30 to 150 ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, അപ്പം 150 വരെ ന്യൂക്ലിയോടൈഡ് എന്നുള്ള പോളിമർ ആയിട്ടുള്ള റൈബോസൈമിനെയാണ് നമ്മൾ സ്മോൾ റൈബോസോം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തേക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹാമർ ഹെഡഡ് റൈബോസോംസ്, ഓക്കെ, റൈബോസൈംസ്, ഹെയർപിൻ റൈബോസൈംസ്, ഹെപ്പറ്റൈറ്റിസ് ഡെൽറ്റ വൈറസ് റൈബോസൈംസ് ആൻഡ് വർക്കൂൺ സാറ്റലൈറ്റ് റൈബോസൈംസ്. ഇത് സോം അല്ല, സൈം ആണ് എന്നുള്ളത് ഓർമ്മിക്കണേ. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതായത് സ്മോൾ റൈബോസോം, സ്മോൾ റൈബോസോമിന്റെ സൈസ് തന്നെയാണ് ഇറ്റ്സ് ഹാവിംഗ് ഓർ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് 30 to 150 ന്യൂക്ലിയോടൈഡ്സ്. നൗ സെക്കൻഡ് എന്ന് പറയുന്നത് ലാർജ് റൈബോസൈംസ് ആണ്. ലാർജ് റൈബോസൈംസ് എന്ന് പറയുമ്പോൾ ദീസ് കാറ്റഗറി കൺസിസ്റ്റ് ഓഫ് 100 to 3000 ന്യൂക്ലിയോടൈഡ്സ്. കമ്പാരിറ്റീവ്ലി ലാർജർ റൈബോസൈംസ് ആണ്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി അല്ലെ അത്രയും സൈസ് ഉള്ള ഒരു മോളിക്യൂൾ ആണ്. And it will include group 1 and 2 introns, RNase P ribosome molecules. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന രണ്ടാൾക്കാരാണ്. Now തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ വരുന്ന ന്യൂക്ലിയോടൈഡ്സ് മാത്രമല്ല, പ്യുവർ RNA മാത്രമല്ല, അത് പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കാണുന്ന റൈബോസൈം ആണ്. ഓക്കെ, അതിനെയാണ് അതർ ടൈപ്പ് ഓഫ് റൈബോസോമിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നത്. സോ ദേ ആർ ആക്ച്വലി റൈബോന്യൂക്ലിയോ പ്രോട്ടീൻസ്. ദാറ്റ് മീൻസ് ദർ വിൽ ബി RNA that is associated to proteins. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റൈബോസൈംസും പ്രസന്റ് ആണ്. ഓക്കെ, അപ്പം സ്പ്ലൈസിയോസോം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം സ്പ്ലൈസിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HNRNA ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്താ HNRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DNAയിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഉണ്ടാവുന്ന RNA-നെയാണ് നമ്മൾ HNRNA എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് ദി യൂക്കാരിയോട്സ്. പ്രോകാരിയോട്സിന്റെ കേസിൽ നേരിട്ട് മെസ്സഞ്ചർ RNA ആണ് ഉണ്ടാവുക. ഇതിന്റെ കേസിൽ HNRNA ആണ് വരിക. ഓക്കെ, അപ്പം ഇത് N ആണ്, M അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ എഴുത്തിൽ ഇത് M ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി N. അപ്പം ഹെറ്ററോ ന്യൂക്ലിയർ RNA, എന്തുകൊണ്ട് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്? ഇൻട്രോൺസും അതുപോലെ തന്നെ എക്സോൺസും ഉള്ളതായതുകൊണ്ടാണ് ഇതിനെ ഹെറ്ററോ ന്യൂക്ലിയർ RNA എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി HNRNA-നെ മെസ്സഞ്ചർ RNA ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദാറ്റ് ഇൻട്രോൺസ് ഷുഡ് ബി റിമൂവ്ഡ് അല്ലെ, സ്പ്ലൈസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് സ്പ്ലൈസിയോസോം എന്ന് പറയുന്നത്. ദേ ആർ ആക്ച്വലി മേഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ ആൻഡ് RNA. അപ്പൊ അതുകൊണ്ടാണ് ഇത് റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്ന മൂന്നാമത്തെ കാറ്റഗറി ഓഫ് റൈബോസൈമിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
ക്ലിയർ ആണല്ലോ. അപ്പൊ HNRNA mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്പ്ലൈസിയോസോം എന്ന് പറയുന്നത് it comes under the third category of ribozyme, that is ribonucleoprotein. Clear ആണല്ലോ. So you have to remember ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം, ഈ പറയുന്ന കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സാമ്പിൾ ബൈഹാർട്ട് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ, വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ, and what are the main enzymes or what are the processes that is taking place during those transcription and translation. Okay, so that's about ribozyme. ക്ലിയർ ആണല്ലോ. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ, കാരണം സിലബസിൽ മെൻഷൻ റൈബോസൈം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ 2-3 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, ആ കാറ്റഗറിക്ക് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ടേബിൾസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ വി വിൽ ബി മൂവിങ് ടു ദി ഐസോസൈംസ്. ഓക്കെ, അടുത്ത കാറ്റഗറി ടോക്ക് എന്ന് പറയുന്നത് ഐസോസൈംസിനെ കുറിച്ചാണ്. then we will be discussing the enzyme inhibition. Okay, so see you.